ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മളിന്ന് സിംഗപ്പൂർ സൂലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാക്കേജ് പോലെ തന്നെ സൂവിൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. സൂ ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ നൈറ്റ് സഫാരി ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ചിട്ടുള്ള ടിക്കറ്റാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നടന്ന് 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 എൻ്റെ ദൈവമേ ഒരു പരിഭവം. എനിക്ക് അത്ഭുതം തോന്നിയത് ഇമ്മക്കുട്ടി നടന്നേലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല അവൾ ഇത്ര നടക്കും, കുറച്ച് കഴിഞ്ഞാൽ മടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾ ഫുള്ള് നടന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ക്ഷീണിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിന് അങ്ങനെ അവർ ഉപദ്രവിക്കില്ല. നമ്മുടെ തായ്ലൻഡ് സൂ പോലെ അങ്ങനെയില്ല. അനിമൽസിന് അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ ഒരു ലൈറ്റ് ഷോ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അത് കഴിഞ്ഞ് ലിറ്റിൽ ഇന്ത്യയിൽ വന്നു. നമ്മുടെ ഇന്ത്യൻ ഒരു ഫീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് അടിച്ചതേ റൂമിൽ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ ഇന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ കൊച്ചിയിലേക്ക്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും ആ വിഷമം തീർക്കാൻ നമ്മൾ സെഫോറിൽ പോയി കുറച്ച് ഷോപ്പ് ചെയ്തു, വളരെ കുറച്ച് മാത്രം. പിന്നെ അതിനുശേഷം നമ്മൾ ചൈന ടൗണിൽ വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ, കുറച്ച് അല്ലറച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ മെയിനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ചാൾസൺ ഗീത്തിൽ വന്നിട്ട് ബാഗ് മേടിക്കണം എന്നുണ്ടായിരുന്നു. ചാൾസൺ ഗീത്ത് സിംഗപ്പൂരിയൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രൈസ് കുറവാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് അത് എത്തുമ്പോഴേക്കും ഇരട്ടി പൈസയാവും. അപ്പം അതുകൊണ്ട് ഞാൻ 2-3 ബാഗ് മേടിച്ചു. ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ബാഗാണ് കേട്ടോ മേടിച്ചത്. വലിയ കളക്ഷൻസ് അങ്ങനെ അത്ര ഫീൽ ചെയ്തില്ല. ഇല്ലെങ്കിൽ ഞാൻ നല്ലത് നോക്കി മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ എയർപോർട്ടിലെത്തി. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂർ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കുട്ടി എപ്പോഴും പറയുമായിരുന്നു ഇത് കാണണം, ഈ വെള്ളച്ചാട്ടം കാണണം എന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത വിശപ്പ്. അപ്പോൾ ഞാൻ കൈ കിട്ടിയത് എല്ലാം കഴിച്ചു എന്ന് വേണം തന്നെ പറയാനായിട്ട്. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ത് രസമല്ലേ, നിങ്ങൾക്ക് തോന്നാറുണ്ടോ?